ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീദ് മൻസൂദനൻ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനുണ്ട്. ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിടുന്ന കണ്ടന്റ് വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്നറിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷം. നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു സെൻസേഡ് പെണ്ണ് കാണൽ എന്ന കണ്ടന്റ് യൂട്യൂബ് ഷോർട്ട് ഏകദേശം 3.5 ലക്ഷം വ്യൂസിലേക്ക് അടുക്കുന്നു. ഏകദേശം 2000-ലധികം ആളുകൾ അത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ടിന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല. ഈ വീഡിയോസ്, നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന 95% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുന്നത്. അപ്പൊ ദയവായി നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊക്കെ ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗോവിന്ദചാമി അഥവാ ചാർലി തോമസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഗോവിന്ദചാമി ആരാണെന്നും ഈ ഒരു ക്രിമിനൽ ചെയ്ത കാര്യം എന്താണെന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ എന്നൊക്കെ ഇവനെ ക്രിമിനൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽസിന് പോലും നാണക്കേടായിരിക്കും. ജയിൽ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഇവനൊരു സൈക്കോയുടെ ഒരു എക്സ്ട്രീം ലെവലാണെന്നാണ് പറയുന്നത്. സൈക്കോകളൊക്കെ ഇവനേക്കാൾ ഭേദമാണെന്ന രീതിയിലാണ് ജയിൽ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത്. ഇവനെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു ജയിൽ ഉദ്യോഗസ്ഥനോട് ഇവൻ പറഞ്ഞത്, ഇവൻ പുറത്തിറങ്ങിയാൽ എന്ത് വിധേനയും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തും എന്ന രീതിയിൽ ഇവൻ സംസാരിക്കും. അപ്പൊ എത്രമാത്രം സൈക്കോയുടെ ഏത് ലെവലിലാണ് ഈ പറയുന്ന ഗോവിന്ദചാമി എന്ന് ഞാൻ ആലോചിച്ച് നോക്കും. 14 വർഷം മുന്നേ 2011 സൗമ്യ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കയായ ഒരു കുട്ടിയെ എറണാകുളം പാസഞ്ചർ ട്രെയിനിൽ നിന്നും വലിച്ചിറക്കി തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് ഈ കൊടും ഭീകരൻ കൊലപ്പെടുത്തുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇവൻ ജയിലിലാണ്. പക്ഷെ ഇന്നലെ ഇവൻ ജയിലിൽ ചാടി, അതും അതീവ സുരക്ഷയുള്ള നമ്മൾ കരുതുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ഈ ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും ക്രിമിനലിന് പോലും രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒറ്റക്കൈനാണ് ഇയാൾ. ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇവൻ രക്ഷപ്പെടുമെന്ന് ഒരു സാമാന്യ ബോധമുള്ള ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. നല്ല ശതമാനം ആൾക്കാരുണ്ട് പോലീസിലും സർക്കാർ ഡിപ്പാർട്ട്മെന്റിലും ജയിൽ വകുപ്പിലും ചെയ്യുന്ന ജോലിയോട് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ശമ്പളത്തോട് രാജ്യത്തോട് കൂറ് പുലർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസത്തിനും എന്ത് ചെറ്റത്തരങ്ങൾക്കും രാജ്യദ്രോഹത്തിന് പോലും കൂട്ടുനിൽക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരാണ് ഈ വകുപ്പുകളുടെ എല്ലാം ചീത്തപ്പേരുണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ സമ്മതം അല്ലെങ്കിൽ ഒരാളുടെ അനുമതിയോ അല്ലെങ്കിൽ ഒരാളുടെ അറിവോ ഇല്ലാതെ ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും ക്രിമിനൽ ഒരിക്കലും ഇത്രമാത്രം സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടില്ല സാർ. ഇവിടുത്തെ സംവിധാനമാണ്, ഇവിടുത്തെ ഭരണ സംവിധാനം, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയാണ് ഇതിനെല്ലാം കാരണം. എന്ത് വിശ്വാസമാണ് സാർ സാധാരണ എന്നെ പോലെയുള്ള കോടിക്കണക്കിന് സാധാരണ ജനങ്ങൾക്ക് നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ളത്? ഇവനെ പോലുള്ള കൊടും ക്രിമിനൽസിനെ, ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ചിലർ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും, പക്ഷെ തുറന്നു പറയാം, ഇവനെ പോലുള്ള കൊടും ക്രിമിനൽസിനൊന്നും നമ്മുടെ ഈ ലോകത്ത്, ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ല. ഇവനെയൊക്കെ വിചാരണ നടത്തി ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു മാറ്റമാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലും സാധാരണക്കാരെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ജനങ്ങൾ നീതിയും നിയമവും കയ്യിലെടുക്കും സാർ. അതിന് 100 കൂട്ടം ഉദാഹരണങ്ങളുണ്ട്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഗോവിന്ദചാമിയെ പോലുള്ള കൊടും ക്രിമിനൽസ് ഇവരൊരിക്കലും ഒരു തരത്തിലും മാറാൻ സാധ്യതയില്ല. ഇവർക്ക് കിട്ടുന്ന ജയിൽവാസം കഴിഞ്ഞാലും കേവലം 1% പോലും മാനസിക പരിവർത്തനത്തിന് സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഗോവിന്ദചാമിയെ പോലുള്ള കൊടും ക്രിമിനൽസ്. അപ്പൊ ഇവർ നാളെ ജയിൽ മോചിതരായാൽ പോലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? പെൺകുട്ടികൾക്ക് എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും ഇവനൊക്കെ ഉള്ള ഈ ലോകത്ത്? അതുകൊണ്ട് ഇവനൊന്നും ഒരിക്കലും ഈ ഒരു ലോകത്ത് ജീവിക്കാൻ അർഹതയില്ല. ഈ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്താണ്? ലൂപ്പ് ഹോൾസ് അല്ലെന്നുണ്ടെങ്കിൽ പഴുതുകളാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ചൊല്ലുണ്ടായിരുന്നു, 10,000 രൂപയും ആളൂർ വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്നും. ആളൂർ വക്കീല് മരിച്ചുപോയി, പക്ഷെ അയാളെക്കാൾ കുശാഗ്ര ബുദ്ധിയുള്ള ഏത് വേണ്ടിയും കാശ് കൊടുത്താൽ ഹാജരാകുന്ന ഒരുപാട് ക്രിമിനൽ വക്കീലന്മാര് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഉള്ള കാലത്തോളം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പഴുതുകൾ വന്നുകൊണ്ടേയിരിക്കും, കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ തക്കതായ ശിക്ഷ, അതായത് ജയിൽ ശിക്ഷയൊന്നും പോരാ, മരണശിക്ഷ, വധശിക്ഷ തന്നെയാണ് ഇവനെ പോലുള്ള സൈക്കോ ക്രിമിനൽസിന് കോടതി വിധിക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പുറത്തിറങ്ങി ഇവനൊക്കെ ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും, ആളുകളുടെ സമാധാനം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും? കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെയാണ്. പണവും അധികാരവും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു ക്രിമിനലിനും, ഏതൊരു കുറ്റവാളിക്കും ശിക്ഷയിൽ നിന്നും, തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ക്രൂര കൊലപാതകം ചെയ്തിട്ട് ശിക്ഷയിൽ നിന്ന് ഈസി ആയിട്ട് ഊരിപ്പോരാവുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്ത് വലിയ ക്രൂരതയും ചെയ്യാം, ഈസി ആയിട്ട് നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഇറങ്ങിപ്പോകാം എന്നൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥയിൽ സാധാരണക്കാരന് എങ്ങനെ വിശ്വാസം വരും സാർ? അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കൂട്ട കൊലപാതകങ്ങളും ഒക്കെ പുറത്ത് നടക്കുന്നത്. ഇവനെ പോലുള്ള ക്രിമിനൽസിനെ കയ്യിൽ കിട്ടിയാൽ ആൾക്കാർ വെറുതെ വിടുവോ? ഇപ്പൊ തന്നെ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടി രക്ഷപ്പെട്ടു. നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ മിടുക്കുകൊണ്ട് മാത്രമല്ല അയാൾ പിടിക്കപ്പെട്ടത്, നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ്. ഇവൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ആർക്കെങ്കിലും മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇവിടുത്തെ സംവിധാനങ്ങൾ അമ്പേ പരാജയമാണ് സാർ. അതുകൊണ്ട് നിയമ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കുക എന്നത് മാത്രമാണ് സാർ ചെയ്യാൻ പറ്റുന്ന കാര്യം. കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മുഹമ്മദ് കോയ എന്നൊരു വ്യക്തി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതും നമ്മുടെ സംവിധാനത്തിലെ പഴുതുകൾ മൂലം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഈ കൃഷ്ണപ്രിയയെ നെഞ്ചിലേറ്റിയ കൃഷ്ണപ്രിയയുടെ സ്വന്തം അച്ഛൻ ശങ്കരനാരായണൻ ഈ പറയുന്ന വ്യക്തിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടിരുന്നത്. ആ ഒരു സിസ്റ്റം വരും സാർ. കാരണം നീതി കിട്ടേണ്ട സ്ഥലത്തുനിന്ന് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ആളുകൾ സ്വന്തം രീതിയിൽ നീതി നടപ്പിലാക്കി തുടങ്ങും. അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് നീതി നടപ്പാക്കേണ്ട നമ്മുടെ നിയമവ്യവസ്ഥയും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും സർ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഗോവിന്ദചാമിയെ പോലുള്ള വ്യക്തികളെ ജീവിക്കാൻ അനുവദിക്കരുത്. വിചാരണ നടത്തി എത്രയും പെട്ടെന്ന് ഇവനൊക്കെ വധശിക്ഷ ഉറപ്പാക്കുക. ആ ഒരു മാറ്റത്തെ പറ്റിയാണ് നമ്മുടെ നിയമ സംവിധാനവും സർക്കാർ സംവിധാനങ്ങളും എല്ലാം ചിന്തിക്കേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.